ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വിയറ്റ്നാമിലെ ഒരു മാർക്കറ്റ് വരെ പോയി വന്നാലോ? ഇവിടെയാണെങ്കിൽ ചൈനീസ് ന്യൂ ഇയർ ആവാറായി. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിൽ മൊത്തം ഓറഞ്ച് ചെടികൾ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയ സെലിബ്രേഷനാണ് ഇവരെ ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി വിയറ്റ്നാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടോ, മൊത്തം ലൈറ്റ്സ് ആയിട്ട് എല്ലാ ഷോപ്പിലും ഈ ലൈറ്റ്സും കാര്യങ്ങളും, അതുപോലെ ഈ ലൈറ്റ്സാണ് എല്ലാ വീട്ടിലും അവർ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്, സാധനങ്ങൾ വാങ്ങുന്നു. ചന്തയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ചൈനീസ് ന്യൂ ഇയറിന് മുന്നേ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങി വെക്കണം. പിന്നെ കുറച്ച് നാളത്തേക്ക് മാർക്കറ്റൊക്കെ അടച്ചിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നോൺ വെജും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇവിടെ മീനൊക്കെ ഫ്രഷായിട്ട് കിട്ടും. ജീവനോടെയാണ് മീനുകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇവർ തന്നെ വളർത്തുന്ന കുറേ മീനുകളാണ് കൂടുതലായിട്ടുള്ളത്. ചിക്കനാണെങ്കിലും അതേപോലെ തന്നെ നാടൻ ചിക്കനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുക. പിന്നെ ബീഫൊക്കെ നല്ല ഫ്രഷ് ബീഫ് കിട്ടും. ഞങ്ങൾക്ക് അവിടെ നിന്നൊരു വലിയ കാല് അവർ വെറുതെ തന്നു. കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോയതാണ്. ഇതാണ് ഇവിടുത്തെ ഗോഡൗൺ പച്ചക്കറി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി സെലക്ട് ചെയ്ത് നമുക്ക് കവറിലാക്കി എടുത്തിട്ട് അവിടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവരെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അവർ തൂക്കി നമുക്ക് റേറ്റ് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് തരും. പച്ചക്കറി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പോയത് ബമ്മി ഷോപ്പിലേക്കാണ്. ഇവിടെ വന്നാൽ എന്തായാലും ഒരു ബമ്മി ഞങ്ങൾ വാങ്ങിയിട്ടേ പോകാറുള്ളൂ. ഇവിടെ പന്നിയുടെ ബമ്മിയുണ്ട്, അതുപോലെ എഗ്ഗിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്. അങ്ങനെ കുറേ ബമ്മീസ് കിട്ടും. മാർക്കറ്റിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് കണ്ടൊരു കാഴ്ചയാണിത്. നിറയെ ഓറഞ്ച് ചെടികളായിട്ട് ഒരു അമ്മാമ്മ അവിടെ വിൽക്കാനിരിക്കുന്നുണ്ടായിരുന്നു. നിറയെ ഓറഞ്ചുകളായി നിറഞ്ഞിരിക്കുന്ന ചെടികളായിരുന്നു ഇതൊക്കെ. ഇവരൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാ വീടുകളിലെയും ഫ്രണ്ടിൽ ഇവർ ഓറഞ്ചുകളായി നിറഞ്ഞിരിക്കുന്ന ചെടികൾ വയ്ക്കും. അതവരൊരു ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വേറെയും നാരങ്ങയുടെ ചെടിയുണ്ട്, അതേപോലെ കുറേ പൂക്കളുള്ള ചെടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വഴിയോര കച്ചവടക്കാർ വിൽക്കുന്നുണ്ടാവും. ചൈനീസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു ആഘോഷമാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നൊരു ആഘോഷമാണ് അവർക്ക്. ആ സമയത്തിന് വേണ്ടി അവർ മുന്നേ ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളൊക്കെ ക്ലീൻ ചെയ്ത് ലൈറ്റ്സൊക്കെ ഇട്ട് കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഡെയിലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് വെച്ച് വീട് അലങ്കരിക്കും. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓറഞ്ച് മരവും അതേപോലെ പൂക്കളൊക്കെ ചെടികളൊക്കെ വയ്ക്കും. ഇവർക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് അവർ ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരവേൽക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി ഇവർ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തും. ഈ ഒരു സമയത്താണ് വീടുകളിൽ ഡിന്നർ പാർട്ടികളും അതുപോലെ തന്നെ അവരെ പൂർവികരും ഒക്കെ അവർ ഓർമ്മിക്കുന്നൊരു സമയമാണ് കേട്ടോ ഇത്. നമുക്കതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.